ഇതാണ് ടീഷർട്ട്. ഇതിലാണ് ഈ ഒരു മൺ ക്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. പഞ്ചലോഹം സാധനങ്ങളൊക്കെയാണ്. നടരാജ വിഗ്രഹം ഒരുപാട് സ്ഥലത്തുണ്ട്. ഈ കക്ഷിയൊക്കെ പട്ടം പറത്തുന്നുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചോട്ടി വേളം പറഞ്ഞിട്ട്. ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്ര സമയം ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു എന്ന് വിചാരിച്ചു നോക്കാം. വഴിയിൽ കണ്ട ഒരുപാട് മോഡൽസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അർമാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആരൊക്കെയാണ് ഇതിൽ ക്യാമറയിൽ കൊടുക്കാൻ പോകുന്ന അറിയില്ല. മഴയ്ക്ക് സാധ്യത, നല്ലോണം തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്നാനം കിട്ടാൻ എടുത്ത് അവർ ജാൻപുരിൻ്റെ സൈഡിൽ സ്നാനം കിട്ടാൻ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ ഒരുപാട് കുളിക്കുന്നൊക്കെ പിടിച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. വെള്ളം കളക്ട് ചെയ്യാനുള്ള കണ്ണാട്ടം പരിപാടി വാങ്ങുകയാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ സമയത്തൊക്കെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല ഒഴുക്കുണ്ട്, നല്ല അടിയൊഴുക്ക് ഉണ്ടാവും. പിന്നെ വെള്ളമൊക്കെ ഒരു കൺട്രോളില്ലാണ്ട് ഇതായിട്ട് പോകാൻ സമയമാണിത്. ഒരാളിൻ്റെ തണലിലെത്തിയിട്ടുണ്ട്. കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് റെസ്റ്റുള്ള ഏരിയയാണ്. ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ കൊണ്ട് വിളിക്കുന്ന സ്ഥലമാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഞായറാഴ്ചയൊക്കെ അതുകൊണ്ട് നല്ല തിരക്കാം. നമ്മുടെ ഇതുവഴി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവിടെ ഒരു ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു അമ്പലമുണ്ട് ഇവിടെ. ഇവിടെ കാണുന്നില്ല. പിന്നെ ഉള്ളൊരു ഇതിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു ആശ്രമമാണ്, ഫേമസ് ആയിട്ടുള്ളൊരു ആശ്രമമാണിത്. അങ്ങോട്ടാണ് പോകുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഭയങ്കര തണുത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നടന്നിട്ട് വേർത്ത് കുളിച്ച്. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന കേട്ടോ. പിൽഗ്രിംസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആശ്രമമാണ്. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഫ്രീ ആണോ അല്ല പേയ്മെൻറ്റ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നല്ല ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞാൽ നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ആശ്രമത്തിൻ്റെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഒരുപാട് ആശ്രമങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർ കുറേ ദിവസങ്ങളോളം താമസിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഡ്രസ്സൊക്കെ ഉണ്ട്, അത് വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു മന്ദിരമുണ്ട് സെൻറ്ററിൽ. ഇതാണ് ആശ്രമം. നമ്മളങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ സൈഡിലേക്കൂടെ തന്നെയുള്ള വഴിയിലേക്കൂടെ നടക്കുകയാണ്. എവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സൈഡിൽ ഹനുമാനുണ്ട്. ഒരു മന്ദിരമാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. പോകുമ്പൊന്നും വേണം, കണ്ണനും ഇപ്പം എന്തെങ്കിലും വാങ്ങേണ്ടതല്ലേ. കൂട്ടിക്ക് മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തോളമല്ല
ഇതാണ് ടീ ഹട്ട്. ഇതിലാണ് ഈ ഒരു മൺ ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു ചായക്കഥ അതിൽ നമ്മൾ പറഞ്ഞ സാധനമാണിത്. അടിപൊളിയാണ്. ഇതിൽ പുതിയ വരഞ്ഞ ടേസ്റ്റാണ്. ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് വേറൊരു ആശ്രമമാണ്. അങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ മന്ദിരം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വാളിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദി ടെക്സ്റ്റ്. അതുപോലെ മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ വീഡിയോഗ്രാഫി അലോഡല്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നില്ല. അവർ പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളിപ്പോൾ ഇത് നാട്ടുകാരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് നല്ലതല്ല. ഇതൊരു ബുക്ക് സ്റ്റാളാണ്. നിങ്ങൾക്ക് ഒരുപാട് പുരാണ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബുക്ക് സ്റ്റാളാണത്. ഇത് നിങ്ങൾക്ക് എല്ലാ സാധനവും വാങ്ങാൻ വേണ്ടി പറ്റും. ഇന്ത്യൻ, ഇറ്റാലിയൻ, ഇസ്രേലി, ചൈനീസ് കോണ്ടിനെൻ്റൽ ഫുഡ്. ഓക്കെ, വരുമ്പോൾ നോക്കാം. ഇതാണ് ആ ഫുഡ് സ്റ്റോൾ. ഇത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇത് വിൽക്കുന്നൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. കോസ്റ്റേർ കേട്ടോ. പഞ്ചലോഹം സാധനങ്ങളൊക്കെ ആണ്. നടരാജ വിഗ്രഹം ഒരുപാട് സ്ഥലത്തുണ്ട്. വലിയ കോസ്റ്റ്ലി ആയി. പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ये कैसे दिए जी छोटा वाली? 250. ചെറുതിന് 250 രൂപയാണ് പറയുന്നത്. നോക്കട്ടെ, പെട്ടെന്ന് നല്ല സൈസ് ഒന്ന് വാങ്ങണം. മീഡിയം സൈസ് വാങ്ങണം. പറഞ്ഞ പോലെ തന്നെ വലിയതൊന്നും ഇതാ ഇവിടെ. ഇതൊക്കെ ഫോറിനേഴ്സ് മാത്രമേ വാങ്ങുള്ളൂ. പക്ഷെ അവരെങ്ങനെയാണ് ഇത് കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ വലിയ പണക്കാരൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. സാധാരണ ആൾക്കാരൊക്കെ ഇത് ഹിമാലയ എക്സ്പെഡീഷൻ്റെ ബംഗി ജമ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ അഡ്വഞ്ചേഴ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഋഷികേശിൽ റാഫ്റ്റിങ്, ക്യാമ്പിങ്, പിന്നെ അങ്ങനത്തെ പരിപാടികൾ, എക്സ്പെഡീഷൻ, പിന്നെ ബംഗി ജമ്പിങ്, പിന്നെ ഫോക്സ് റൈഡാണ്, ഫോക്സ് ജമ്പ്, അങ്ങനെ എന്ത് പറഞ്ഞാൽ വേറൊരു സാധനം കൂടിയുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. റാഫ്റ്റിങ്, റോയിങ് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് അഡ്വഞ്ചേഴ്സ് പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ അവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് ഋഷികേശ്. പരമാർത്ഥ നികേതൻ, ഇത് വേറൊരു ആശ്രമമാണ്. ആ വഴിക്കാണ് ഉള്ളത്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റ്. പൂജകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ പരമാർത്ഥ നികേതൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലോടാണെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോൾ എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യവും ഡൗട്ടാണ്. പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ അതിൻ്റെ മെയിൻ ഒരു സംഭവമാണ് ഇതിൻ്റെ ആ ഒരു ഗംഗയുടെ കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു ലാംജുള വന്നു കഴിഞ്ഞാൽ മെയിൻലി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട അതും സാധനമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു ആരോഗ്യമൊക്കെ നടക്കുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്പോട്ടാണിത്. അതായത് പരമേശ്വരൻ്റെ വലിയൊരു രൂപ ഇവിടെ സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഗംഗ ഒഴുകുന്ന സ്ഥലമാണ്, അതിൻ്റെ സെൻറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഗംഗാ നദിയെ സംരക്ഷിക്കേണ്ട ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എപ്പോഴും പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റൊരു
സ്തൂപാണ്. പിന്നെ ഇവിടെ ഹനുമാൻ്റെ വലിയൊരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഗുഹേൻ്റെ ഉള്ളിലാണുള്ളത്. ഗുഹ പോലത്തെ ആ ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല സൈസാണ് കേട്ടോ, വലിയ സൈസാണ്. അതിലിവിടെ ഒരു മന്ദിറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റിവറിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. മുകളിലത്തെ ലെയറാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ കുളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സ്തൂപം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇത് VIP ഏരിയ ആണ്. എല്ലാവർക്കും ഇവിടെ വരാൻ വേണ്ടി പറ്റില്ല. വലിയ ടോപ്പ് ലെവൽ ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ. ആ ഒരു പാലം കണ്ട നമ്മൾ ഏകദേശം നടന്നിട്ട് അടുത്തെത്തി. പക്ഷേ അങ്ങോട്ട് നമ്മൾ പോകാൻ പറ്റുമോ അറിയില്ല. അത് പോകാൻ പറ്റുന്ന നമ്മൾ പോകുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അത് ഹനുമാൻ മലയൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇത് ഓരോ സ്റ്റോറിയാണ്. നമുക്ക് സൈഡിലൊക്കെ അത് കുത്തി വെച്ചിട്ടുണ്ട്. രാമനെയും ലക്ഷ്മണനും എടുത്തിട്ട് ഹനുമാൻ പറന്നു പോകുന്നത് എല്ലാം ഓരോ പിന്നെ ഓരോ ഭാഗങ്ങളാണ്. രാമായണത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതുപോലെയായിട്ടത് വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകുന്നതാ അതുവഴി അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെ പോസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും അവിടെ പോകാൻ വേണ്ടി പറ്റുമെന്നറിയില്ല. അവിടെ മെയിൻലി പൂജയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ആരതിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് എപ്പോഴും ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ റഷ് ആയിരിക്കും. ആരതിൻ്റെ ടൈമിലൊക്കെ ഈ കക്ഷിയൊക്കെ പട്ടം പറത്തുന്നുണ്ട്. പട്ടം പറത്തുന്നുണ്ട്. അടിപൊളി. പിന്നെ ഇവിടെ വിശ്രമിക്കാനുള്ള ഒരു ഷെൽട്ടറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്. അത് തണലായിരിക്കും. ഒരു വെയിലത്ത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പട്ടം പറത്തുന്നുണ്ട് അടിപൊളിയായിട്ട്. എൻ്റെ പിള്ളേരതാ വെള്ളത്തിൽ നീന്തി പോകുന്നു. അത് വീണതാണോ അല്ല നീന്തുന്നതാണോ അറിയില്ല. ഒരു ധൈര്യമാണ്, സമ്മതിക്കണം. നീന്തുന്നതാണോ കേട്ടാ. രണ്ട് സ്ഥലത്തേക്ക് ഇറങ്ങിയ പിള്ളേരാണ്. നീന്തി പിടിച്ചു കേട്ടോ, കരക പിടിച്ച്. എന്നാലും ഇത്ര ഒഴുക്കില്ല സമയത്തൊക്കെ എങ്ങനെയാണ് നീന്തുന്നത് വിചാരിക്കുന്നത്. ആ പാലത നമുക്ക് അടുത്തെത്തിയാൽ മതി. അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. ഇതുവഴി കുറേ നടക്കാണ്ട്. നടന്നു ഇപ്പോൾ തന്നെ കാല് വേദനിച്ചു. നല്ല വേദനയെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് കയറുകയാണ്. നല്ല വെയിൽ കേട്ടോ. വെയിലായതുകൊണ്ട് ക്ഷീണം. അപ്പോൾ നടക്കുകയെന്ന് ഇവിടുന്ന് ഇറങ്ങി ഈ ഒരു പരമാർത്ഥ നികേതൻ അവിടെ വീഡിയോഗ്രാഫി ഉണ്ടോ ചോദിക്കും. ഉണ്ടെങ്കിൽ അവിടെ പോകുന്നില്ല, പിന്നെ പോകുന്നില്ല. അതാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചോട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട്. ആ ടിൻമീൻസ് കുറിച്ച് വീഡിയോ കാണുന്നവരാണ് കണ്ടിട്ടുണ്ടാവും. ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഇത്ര സമയം ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു എന്ന് വിചാരിച്ചു നോക്കാം. ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കേണ്ടിരുന്നു ചോദിച്ചാൽ ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റ് കേട്ടോ. ചോട്ടിവാല കേട്ടോ അതിൻ്റെ പേര്. രാം ജൂലിയറാണ് എൻട്രൻസ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറുകയാണ്. തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. നടക്കാൻ പറ്റുന്നില്ല, കാല് വല്ലാണ്ട് വേദനിക്കുന്നു. തിരിച്ച് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
നട്ടുച്ച 2 മണിയായി. നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇന്ന് നല്ല ചൂടാണ്. രാവിലെ മഴയും പെയ്തില്ല. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ. ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് നല്ല ചൂടാണ്. ക്രോസ് ചെയ്തിട്ട് കുറച്ച് എൻഡിലെത്താണ്. കുറച്ച് തിരക്ക് കുറഞ്ഞില്ലല്ലോ. നേരത്തെ മുന്നേ ഉണ്ടായിരുന്ന അത്ര തിരക്കില്ല, തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കാല് രക്ഷയില്ലാത്ത വേദന, അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത്. 1-2 സ്പോട്ടുകളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. തൽക്കാലം പോകുന്നില്ല. നമ്മൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് തപോവനിൽ. നമ്മൾ അങ്ങോട്ട് പോകും, അവിടെ നിന്നിട്ട് റെസ്റ്റ് ചെയ്യും. ഇന്നലെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാല് വേദനയാണ്. ഇന്നും കൂടെ നടന്നിടത്ത് ഡബിളായി. തീരെ മൂവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കടച്ചിലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അദ്രനിലെത്തി. നമ്മൾ രാംജുലയോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്, ഒരു 500 മീറ്റേഴ്സ് ഇത് വഴി നടക്കാറുണ്ട്. വഴിയിൽ കണ്ട ഒരുപാട് മോഡൽസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൈക്കിൾ റിക്ഷൻ്റെ മോഡല്, ചെയിനൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയൊരു ബൈക്കുണ്ട്, അടിപൊളി പ്യുവർ മെറ്റലിലാണ്. ഇത് 500 രൂപയാണ് പറയുന്നത്. ഇതിൻ്റെ ചെറുത് ഉണ്ട് 300 രൂപയ്ക്ക്. ഇതിൻ്റെ കണ്ണന് വേണ്ടിയിട്ട് വാങ്ങേണ്ട പരിപാടിയാണ്. ചെറിയത് പറഞ്ഞിട്ടുണ്ട് അവരോട്. കുട്ടിക്ക് നേരത്തെ മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനും വാങ്ങിയിട്ട് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ചെറുതൊന്ന് വാങ്ങേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയ്യോ ഭയങ്കര ചൂട് കിട്ടാം, കാല് വേദനിച്ചാകെ ഇതാകുന്നു. അപ്പോൾ നമ്മൾ തപോവനിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഇതിവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. പിന്നെ നമ്മൾ ഈവനിങ് നല്ല കാലാവസ്ഥയുണ്ട്, മഴ പെയ്യാൻ പോകുന്നുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു നൈറ്റ് ഷോട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. നമ്മളിന്ന് തപോവനിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ രാത്രി നൈറ്റ് സീൻ കണ്ട. വൈകുന്നേരം ഇപ്പോൾ 7 മണിയായി, ഏകദേശം അങ്ങനെ ഡാർക്കായി വരുന്നതായിരുന്നു. ഇതൊക്കെ എല്ലാം ആക്റ്റീവാണ്, ഫുൾ ടൈം ആക്റ്റീവായിരിക്കും. നൈറ്റിലൊക്കെ എല്ലാം ആക്റ്റീവാണ്. തപോവൻ എപ്പോഴും സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. എപ്പോഴും നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെയാണ് റൂം എടുക്കാറ്. എപ്പോഴും ഫുൾ ടൈം ആക്റ്റീവായിരിക്കും നൈറ്റിലൊക്കെ. നമ്മളപ്പോൾ രശ്മിജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നൈറ്റ് ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ആക്റ്റീവാണ്, ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ലൈറ്റപ്പായിട്ട് ഉണ്ടാവാം. ഞാൻ ഇവിടുത്തെ പ്രത്യേകത ആ പെയിൻറ്റിങ് ഉണ്ടാവും, നല്ല അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടാവും. ആ ലൈറ്റിൻ്റെ ഇതിൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതിലില്ലാത്തതാണ് ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. സൂപ്പറല്ല, എത്തനായി കേട്ടോ, പിന്നെ അത്രയേ ഉള്ളൂ. നല്ല ഇറങ്ങില്ലേ ഇവിടുത്തെ നൈറ്റ് യാത്ര. ഞാൻ ജസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നേ കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ മുഖമൊന്നും കാണിക്കാതെ. ഡ്രസ്സൊന്നും ശരിയില്ല, ജസ്റ്റ് അവരുടെ വീട്ടിൽ നിൽക്കുന്ന സാധനത്തൊക്കെ വന്നത്, അതുകൊണ്ടാണ് പിന്നെ മുഖമൊന്നും കാണിക്കാതെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ആക്റ്റീവാണ് കേട്ടോ, നല്ല ഇപ്പോഴും നല്ല ക്രൗഡഡാണ്. രാത്രി ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. എല്ലാവരും അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഋഷികേശിലാണ്. എന്താണെന്നറിയില്ല, ഒരു തവണ വന്നാൽ പിന്നെ വീണ്ടും വീണ്ടും വരാൻ എന്ന് പറയുന്നത് തോന്നുന്നൊരു സ്ഥലമാണ്. ഒരു നല്ലൊരു പീസ്ഫുള്ളായ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊക്കെ ഒരു കുളിർമയാണ്. ഇവിടെ നിന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ഒരു ഫീലായിരിക്കും ഋഷികേശ് വന്നു കഴിഞ്ഞാൽ. നിങ്ങളും ഉത്തരാഖണ്ഡ് ട്രിപ്പ് അടിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു തവണെങ്കിലും ഋഷികേശ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, പിള്ളേരൊക്കെ ഒരുപാട് കോളേജ് പിള്ളേരൊക്കെ അർമാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആരൊക്കെയാണ് ഇതിൽ ക്യാമറയിൽ കൊടുക്കാൻ പോകുന്നത് അറിയില്ല. മലയാളീസൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് മലയാളി ടീംസിനെ കണ്ടിട്ടുണ്ടായിരുന്നു.
അവരിങ്ങനെ മംഗലാപുരം ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നവരാണ്. അന്ന് വെക്കേഷൻ വന്നിട്ട് ടീമായിട്ട് അടിച്ചു പൊളിക്കാൻ. ഇവിടുത്തെ ആൾക്കാർ ഗോവയിലും കോവളമൊക്കെ പോവും ബീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല നമ്മളെ സൗത്ത് ഇന്ത്യൻസ് ഇങ്ങോട്ട് കയറി വരും. എന്താല്ലേ, എന്തൊക്കെ ആചാരങ്ങളാണ്. ഇങ്ങോട്ടിപ്പോൾ ആ റൂട്ട് 2 റൂട്ടുണ്ട്, അങ്ങനെ വേണം പോകാം. ഇവിടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, താഴെയുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഹാൻഡിക്രാഫ്റ്റിൻ്റെ എല്ലാം സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഓരോ സാധനങ്ങളാണ് വിൽക്കാൻ പറ്റുന്നത്. അടിപൊളിയാണല്ലോ. ഇതാണ് താഴേക്ക് പോകേണ്ടത്. കണ്ടാ പാലം കണ്ട ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് അടിപൊളിയല്ല. ഫുള്ള് രാത്രി കേട്ടാ, ഈ ലൈറ്റിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ. നമുക്കതും ക്രോസ് ചെയ്യാം. രാവിലെ കാണിച്ച സെയിം സ്ഥലമാണ്. പിന്നെ ഈ നൈറ്റ് ആ ഒരു ആറ്റിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ ലൈറ്റപ്പ് ചെയ്തിട്ട്. എന്തായാലും ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം പോകാൻ പറ്റുമെന്ന് അറിയില്ല. മഴയ്ക്ക് സാധ്യതയുണ്ട്, നല്ലോണം തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും മഴ പെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നിന്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും. ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ടീംസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ലൈറ്റ് പോയി മൊത്തം ഡാർക്കാണ്. മൊത്തം ഡാർക്ക്. ഈ സൈഡിലുള്ള ലൈറ്റൊക്കെ ചെയ്തത് അത് പുറത്തുനിന്ന് കാണാനാണ് അതിൻ്റെ ഡ്യൂട്ടി. ദൂരത്തൊക്കെ കാണാൻ ഇപ്പം ഹിൽ സൈഡൊക്കെ പോകുമ്പോൾ മുകളിൽ നോക്കി ഇങ്ങനെ എടുത്ത് കാണിക്കും. അതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ നടന്നു പോയിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇപ്പം മഴയും കൂടെ പെയ്യാൻ പോകുന്നത്. നമ്മൾ രാമചൂര പോയത് കേട്ടോ, മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നേ. നമ്മളേതായാലും തിരിച്ചു പോകണം. ഏകദേശം സെൻറ്ററിലാണ് ഉള്ളത്. ഇപ്പം തിരിച്ചു പോകാമെന്നായിരുന്നു. കാരണം മഴ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടെ മൊത്തം തിരക്ക് കൂടി വീഴുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഫോട്ടോ എടുക്കാറ്. അങ്ങനെ റോഡുകളാണ് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുന്ന് വേണ്ട നല്ല വ്യൂ ഇല്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അതാണ് കാറ്റടിക്കുന്നത്. അതിപ്പം പെയ്യുന്നു. കുറേ നേരത്തില്ല, ജസ്റ്റ് ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ബാഗും സാധനങ്ങളും മൊത്തം റൂമിലാണുള്ളത്. ഇപ്പുറ സൈഡിലല്ല, ഇവിടുത്തെ വ്യൂ കണ്ടോ. അതുപോലെ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ. അടിപൊളി വ്യൂ അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ജസ്റ്റ് ആ ഒരു നൈറ്റ് ഷോട്ട് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നമ്മളിനി റൂമിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. ഓക്കെ, ഇനിയപ്പോൾ ഈ ഒരു വീഡിയോ, ഋഷികേശിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരവിന് കാണാം. എന്തായാലും നമ്മൾ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അടുത്തൊരു വരവ് വരുന്നതാണ്. ആ ഒരു വരവിൽ മറ്റേ കാഴ്ചകൾ, പിന്നെ മോഹന
പിന്നെ എന്തെങ്കിലും അഡ്വഞ്ചർ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും മോഹം വന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്തൊരു സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.